ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ അസോസിയേഷന്റെ പ്രതിനിധി പ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരണം പങ്കുവയ്ക്കാൻ ചേർന്നുണ്ട്. ശ്രീ പ്രസാദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു തിരുത്തൽ കൊണ്ടുവന്നാൽ പോലും നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നില്ല. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ പുതിയ ഗ്രൗണ്ട് സജ്ജമാക്കാൻ പോലും 3 മാസത്തെ സമയമാണ് ഈ പുതുക്കിയ സർക്കുലറിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം കൊണ്ട് മാത്രം ഇനി ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് രണ്ടെണ്ണം ഇറക്കിയ സർക്കുലറിലും നമ്മുടെ കേരളം ഇന്ത്യയിലാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സർക്കുലറാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന മെസ്സേജിൽ അതിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഞങ്ങൾ അഡീഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോകുമ്പോൾ അഡീഷണൽ ക്ലച്ചും ബ്രേക്കും ഫിറ്റ് ചെയ്യാൻ പാടില്ലാത്ത വാഹനങ്ങൾ അടുത്ത 3 മാസം കഴിയുമ്പോൾ ടെസ്റ്റിന് വിധേയമാക്കണം എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ അവസാനമായി ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലർ. അതിലുപരി നിരവധി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കേണ്ട സ്ഥലങ്ങളിൽ പോലും 4ഉം 5ഉം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ജില്ലാ ഓഫീസുകളിൽ പോലും വെറും 40 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന നടപടി ഒരു ശാസ്ത്രീയമായ രീതിയേ അല്ല. അത് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥന് 60 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നിരിക്കെ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് 25, 5, 10 അങ്ങനെ 40 പേർ എന്നുള്ള നിലയിലേക്കാണ് അത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് ബാക്കി 2 പേരും 3 പേരുമുള്ള ജില്ലാ ഓഫീസുകളിൽ മിനിമം അഡീഷണൽ ടെസ്റ്റ് എങ്കിലും നടത്തുവാനുള്ള നടപടി ഗവൺമെന്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം. അതോടൊപ്പം ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലറിൽ നമുക്ക് അശാസ്ത്രീയമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിൻവലിക്കുകയും വേണം. അതല്ലാത്ത പക്ഷം ഒരു സമരമുറ വരും ദിവസങ്ങളിൽ നമ്മുടെ സംഘടനകൾ കൂട്ടായി ആലോചിച്ച് സമരമുറ നടപ്പാക്കാൻ പോവുകയാണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. പ്രസാദ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ചെലവുകൾ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരാനില്ലേ? ഒരുപക്ഷെ ഈ ക്യാമറ സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കുലറിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടെ വ്യക്തത വരേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ സ്വയം തൊഴിൽ പദ്ധതിയിൽ 1ഉം 2ഉം വാഹനങ്ങൾ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവരോട് പറയുകയാണ് 2 മാസത്തിനകം ക്യാമറ ഫിറ്റ് ചെയ്യണം, 2 മാസത്തിനകം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അടുത്ത 3 മാസം കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അഡീഷണൽ ക്ലച്ചും ബ്രേക്കും ഇളക്കി വാഹനം ടെസ്റ്റിന് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ച് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. പ്രസാദ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ആദ്യഘട്ടത്തിൽ ശക്തമായ ഒരു പിന്തുണ നൽകിയ ഒരു സംഘടനയാണ് CITU. എന്നാൽ അവർ പോലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് വിട്ടുമാറുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ വഴങ്ങി എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ നമ്മൾ സംശയിക്കേണ്ടത്? തീർച്ചയായും. കാര്യം കേരളത്തിൽ 86 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഉള്ള സെന്റേഴ്സുകളാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെയെല്ലാം AKMDS എന്ന സംഘടന കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് എല്ലാ യൂണിറ്റിലും മെമ്പർമാരുള്ള ഏറ്റവും വലിയ സംഘടനയാണ് AKMDS. CITU നാമമാത്ര സ്ഥലങ്ങളിൽ മാത്രമേ നിലവിലുള്ളൂ. അവർക്ക് ഈ നമ്മുടെ ചാനൽ ചർച്ചയിലും ഒക്കെ ഇരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പോലും ഇല്ല. അവർക്കിതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഇത് കണ്ടുവരുന്നത്. പ്രസാദ, മറ്റൊരു കാര്യം കൂടി ഒരു കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് പരിശീലനം നടത്താനുള്ള വാഹനങ്ങളിലെ ക്ലച്ചും ബ്രേക്കും അത് ഒഴിവാക്കണമെന്നാണോ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പരിശോധിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണോ അവർ ഇപ്പോൾ ഈ പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട്? പ്രത്യേകിച്ചും നമുക്കറിയാം ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ പരിശീലനം നടത്തുന്നയാൾക്കും പരിശീലകനും വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യമാണോ പറയുന്നത് അവർ? അത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അത്തരത്തിലുള്ള വാഹനം അഡീഷണൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയമാക്കി ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നയാളിനെ അതിൽ ടെസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തണമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതൊരു ശാസ്ത്രീയമായ കാര്യമേ അല്ല എന്ന് പൊതുജനത്തിന് വ്യക്തമാണ്. നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
വലിയ അപകടം അതിൽ വിളിച്ചു വരുത്തുകയും ചെയ്യും. യെസ്, വളരെയധികം നന്ദി പ്രസാദ പ്രതികരിച്ചതിന്.